രാമേന്ദ്രൻ, ഈ മാലേഗാവ് സ്ഫോടന കേസിൽ ഇപ്പോൾ പുതിയൊരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. എന്തെന്നാൽ ശ്രീകാന്ത് പ്രസാദ് പുരോഹിത് കേണലാണ്. അദ്ദേഹം പറയുന്നു അദ്ദേഹത്തെ കൊണ്ട് ഈ അന്നത്തെ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് നിർബന്ധിപ്പിച്ച് ചില RSS നേതാക്കളുടെയും BJP നേതാക്കളുടെയും വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നേതാക്കളുടെയും പേര് പറയിപ്പിക്കാൻ ആ സംഭവത്തിൽ ഉൾപ്പെട്ടത് പ്രതികളായി വരത്തക്ക വിധം, പ്രത്യേകിച്ചും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, അന്ന് അദ്ദേഹം ഗോരഖ്പൂരിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണ്, അദ്ദേഹത്തിൻ്റെയൊക്കെ പേര് പറയിപ്പിക്കാനായിട്ട് തന്നെ നിർബന്ധിപ്പിച്ചു എന്ന് ഒരു വെളിപ്പെടുത്തൽ NIA മുമ്പാകെ രേഖാമൂലം നൽകിയിരിക്കുകയാണ്. ഈ സംഭവത്തിൽ വലിയ ഒച്ചപ്പാട് രാജ്യം ഒട്ടുക്കും നടന്നതാണ്. പ്രത്യേകിച്ചും ഹിന്ദു ടെററിസം എന്ന പ്രയോഗം ഈ സംഭവത്തിൻ്റെ പേരിലാണ് പ്രചരിപ്പിക്കപ്പെട്ടത്. ബാക്കി എല്ലാ തരത്തിലുള്ള മാവോയിസ്റ്റ് ഭീകരത, ഇസ്ലാമിക് ഭീകരത എന്നൊക്കെ പറയുന്ന ഇതിന് സമാന്തരമായി ഹിന്ദു ഭീകരത ഉണ്ട് എന്ന് ശരത് പവാർ മഹാരാഷ്ട്രയിലൊരു പൊതുവേദിയിൽ പറഞ്ഞു. ഈ സംഭവത്തിൻ്റെ നിജസ്ഥിതി എന്താണ്? യഥാർത്ഥത്തിൽ എന്താണ് ഈ പുരോഹിതിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ അനന്തര ഫലം? ഇതൊരു നിർണായക വെളിപ്പെടുത്തലാണിത്. എന്താണെന്ന് വെച്ചാൽ ഈ മാലേഗാവ് സ്ഫോടനത്തിനെ സംബന്ധിച്ച് വലിയ സംശയങ്ങളുണ്ട് അതിലെ പ്രതികളെ സംബന്ധിച്ച്. ഇപ്പോൾ പലരും കൊണ്ടാടുന്ന ഹേമന്ത് കാർക്കറെ, പ്രത്യേകിച്ച് ഈ കപടമതേതരവാദികളൊക്കെ കൊണ്ടാടുന്ന ഹേമന്ത് കാർക്കറെ ആയിരുന്നു അന്ന് ATSൻ്റെ മേധാവി. അപ്പോൾ ഈ മാലേഗാവ് ഈ അടുത്ത കാലത്ത് ഇപ്പോൾ കാർക്കറെ കൊന്നത് ഒരു കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരനാണ് അജ്മൽ കസബല്ല എന്ന് പ്രതിപക്ഷ നേതാവ് മഹാരാഷ്ട്രയിൽ പറഞ്ഞിരുന്നു. പക്ഷേ ആ പ്രതിപക്ഷ നേതാവ് ഈ മാലേഗാവ് കേസ് അപ്പോൾ പരാമർശിച്ചില്ല, ഈ കൊലപാതകം മാത്രമാണ്. അതിന് ഈ പ്രതിപക്ഷ നേതാവ് ആധാരമാക്കിയത് ഈ മുസ്ലിം തീവ്രവാദി ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് ബന്ധമുള്ള ഒരാൾ എഴുതിയ ഒരു പുസ്തകമാണ്. പ്രത്യേകിച്ച് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാതെ വെറുതെ അലഗേഷൻസ് മാത്രമുള്ളൊരു പുസ്തകമാണ് ഹൂ കിൽഡ് കാർക്കറെ എന്ന് പറയുന്ന. ഈ വളച്ചൊടിച്ച, നമുക്കൊക്കെ വായിക്കുമ്പോൾ അറിയാം അതിൻ്റെ അകത്ത് സത്യത്തിൻ്റെ അംശം വളരെ കുറവാണെന്ന്. ആ പുസ്തകം ആണെന്നാണ് ഈ പിന്നെ പ്രതിപക്ഷ നേതാവ് സ്വയം ന്യായീകരിക്കാനായിട്ട് പറഞ്ഞത്. അതിന് തെളിവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അജ്മൽ കസബ് ആണ് കൊല്ലുന്നതെന്ന് കണ്ട ജാദവ് എന്ന് പറഞ്ഞ പോലീസുകാരൻ്റെ മൊഴിയുണ്ട്. ദൃക്സാക്ഷി. അവരൊന്നിച്ച് ഒരു വാഹനത്തിൽ SUV-യിൽ ആശുപത്രിയിലേക്ക് യാത്ര ചെയ്യായിരുന്നു. സ്ഫോടനത്തിന്റെ പിറ്റേ ദിവസം തന്നെ ഈ കാര്യം അന്ന് മാധ്യമങ്ങളിലെല്ലാം അതെ, കാർക്കറെ കൊല്ലപ്പെട്ടത് എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ല. ഫ്രണ്ടിൽ രാത്രി നിൽക്കുന്നതും തൊപ്പിയൊക്കെ വെച്ച് നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ വന്നതാണ്. മുമ്പത്തെ വിക്ടോറിയ ടെർമിനസിലെ റെയിൽവേ സ്റ്റേഷൻ, പിന്നെ ഇപ്പോഴത്തെ ഛത്രപതി ശിവാജി, അവിടെ നിന്ന് 10 മിനിറ്റേ ഉള്ളൂ ആ കാമ ഹോസ്പിറ്റലിലേക്ക്. ആ ഹോസ്പിറ്റലിൽ ഒരു പോലീസ് ഓഫീസർ കിടക്കുന്നുണ്ട് പരിക്കേറ്റ്. അദ്ദേഹത്തിനെ കാണാനായിട്ട് ഇവർ പോയതാണ് 5-8 പേര് പോലീസുകാർ. ഉയർന്ന പോലീസ് ഓഫീസർമാർ 3-4 പേര് മുമ്പിലിരുന്നു, മറ്റു പോലീസുകാർ പുറകിലിരുന്നു. അപ്പോൾ ഈ വെടിവെക്കുന്നത് കണ്ട ആ പോലീസുകാരുടെ ദൃക്സാക്ഷി വിവരണമുള്ളതാണ്. എന്നിട്ടാണ് ആ കൂട്ടത്തിലൊരു പോലീസുകാരൻ വെടിവെച്ചു എന്ന് ഈ വൃത്തികേട് പറയുന്നത്. ഇതിൽ ഈ മാലേഗാവ് സ്ഫോടനം നടന്നത് 2008 സെപ്റ്റംബർ 8-നാണ്. നാസിക്കിന് അടുത്താണ് മാലേഗാവ്. അപ്പോൾ ഇത് ഒരു മുസ്ലിം പള്ളിക്ക് ചേർന്നുള്ള മുസ്ലിം ശ്മശാനം, അവിടെയാണ് ഈ സ്ഫോടനം നടക്കുന്നത്. അപ്പോൾ ഈ സ്ഫോടനം നടന്നു കഴിഞ്ഞപ്പോൾ ഇത് ചെയ്തത് സിമി ആണെന്നാണ് വാർത്ത ആദ്യം വന്നത്. സിമി ആണ് ഇതിൻ്റെ പിന്നിൽ എന്നാണ് വന്നത്. ഈ സിമി ആണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു സംഗതിയാണ് ഇതിൻ്റെ അകത്ത്. 2008 നടന്നു. 5 കൊല്ലത്തിന് ശേഷം 2013 ചാർജ് ഷീറ്റ് കൊടുക്കുന്നത്, കുറ്റപത്രം. ആ കുറ്റപത്രത്തിൽ സംഗതി മുഴുവൻ തകിടം പറഞ്ഞു. ആ കുറ്റപത്രത്തിലാണ് പറഞ്ഞത് സാധ്വി പ്രജ്ഞാ താക്കൂറും സ്വാമി അമൃതദേവ തീർത്ഥ സുധാകർദർ ദ്വിവേദി എന്ന് പൂർവാശ്രമത്തിലുള്ള പേര്, ആ സ്വാമി അമൃതദേവ തീർത്ഥയും സാധ്വി പ്രജ്ഞാ താക്കൂറും കൂടിയാണ് ഇത് മുഴുവൻ ആസൂത്രണം ചെയ്തതെന്ന് ആ കുറ്റപത്രത്തിൽ വന്നു. പക്ഷേ ഇപ്പോൾ പുരോഹിത് പറയുന്നതിനകത്ത് വേറെയും വെളിപ്പെടുത്തലുണ്ട്. ദാവൂദ് ഇബ്രാഹിം
ബോംബെയിൽ ആ സമയത്തുണ്ടായിരുന്നു. അദ്ദേഹം വന്നിട്ട് സിമിക്കും ISIക്കും പിന്നെ മാവോയിസ്റ്റുകൾക്കും സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു, ആയുധവും പണവും. അതെ, ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലും വന്നിട്ടുണ്ട്. അതെ, അത് എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് തന്നെയാണല്ലോ മുംബൈ സ്ഫോടനങ്ങളുമൊക്കെ അതെ അതെ നടക്കുന്നത്, ആ ഭീകരമായ ബ്ലാസ്റ്റുകളുമൊക്കെ. അന്ന് ISI പ്ലാൻ ചെയ്തതാണല്ലോ ആ ബ്ലാസ്റ്റുകൾ. ഡേവിഡ് കോൾമാൻ ഹെഡ്ലി അതെ അതെ അയച്ചിട്ട്. ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന് പറയുന്ന ആള് ശരിക്കും മുസ്ലിമാണ്. പേര് ഇതാണെന്നേ ഉള്ളൂ. കാരണം ഒരു മുസ്ലിം ഡിപ്ലോമാറ്റ്, അമേരിക്കയിൽ ജോലി ചെയ്തിരുന്ന അദ്ദേഹത്തിന് അമേരിക്കക്കാരിയായ ആ എംബസിയിൽ തന്നെ ജോലി ചെയ്തിരുന്ന അമേരിക്കക്കാരിയാണ്. ആ ഭാര്യയിൽ ജനിച്ച ഇതാണ്. അതിനുശേഷം അവർ പിരിഞ്ഞിട്ട് ലാഹോറിലേക്ക് ഈ ഹെഡ്ലി പേര് വേറെയാ കൊണ്ടുവന്നു അമ്മ. അത് കഴിഞ്ഞാൽ തിരിച്ചു പോയിട്ട് ISIയുടെ ആളായിട്ട് അമേരിക്കയിലേക്ക് തിരിച്ചു പോവാണ്. ISI പറഞ്ഞിട്ടാണ് സർവൈലൻസിനൊക്കെ വന്നത്. ഇന്ത്യക്ക് വിട്ടു കിട്ടണമെന്നൊക്കെ ആവശ്യം. അതെ, ഇപ്പൊ അവിടെ ഷിക്കാഗോയിൽ കോടതിയിലാണ്, ജയിലിൽ. അപ്പോൾ ബോംബെയിൽ ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കൊടുത്തത് ഈ ഹെഡ്ലിയാണ്, ISI പറഞ്ഞിട്ട്. അപ്പോൾ അതും ഇതും തമ്മിലൊക്കെ വലിയ വ്യത്യാസമൊന്നുമില്ല. അതിൻ്റെ അകത്ത് ശരിയാണ്, ഞാനും പറഞ്ഞല്ലോ സിമിയാണെന്ന്. അതെ, പുരോഹിതന്റെ വെളിപ്പെടുത്തലിൽ അപ്പോൾ കുറച്ച് കഴിവുണ്ട്. പിന്നെ മാത്രമല്ല ഇത് മറ്റേ ഇവരുടെയൊക്കെ പേര് പറയാനായിട്ട് മറ്റേ എഴുത്തിയസ് പീഡിപ്പിച്ചു എന്ന് പുരോഹിത് പറഞ്ഞിട്ടുണ്ട് എന്നയോട്. അതെ അതെ, അങ്ങനെ നിർബന്ധിപ്പിച്ചും പീഡിപ്പിച്ചുമാണ് ഈ പേര് പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. പക്ഷേ അദ്ദേഹം പറഞ്ഞായിട്ട് പറയുന്നില്ല. ഇല്ല, അദ്ദേഹം പറഞ്ഞതായിട്ട് എനിക്കും തോന്നുന്നില്ല. കാരണം ഇപ്പോഴാണ് ഇത് കേൾക്കുന്നത്, ഈ യോഗി ആദിത്യനാഥിൻ്റെ ഒക്കെ പേരൊക്കെ പറയാൻ. കാരണം ഈ സന്യാസികളുടെ പേര് പറഞ്ഞാൽ കുറച്ചും കൂടി, കാരണം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു സന്യാസിയും വന്നു കേസിൽ, ഒരു സന്യാസിനിയും വന്നു. ഒരു വലിയ സന്യാസിയും കൂടി MP ആയ ആളെയും കൂടി കിട്ടിയ ജോറായല്ലോ. കാരണം ഇവിടെ ഇസ്ലാമിക ഭീകരതയാണ് ഭീകരത എന്ന് പറഞ്ഞാൽ അല്ലേ, അങ്ങനെയല്ല എന്ന് ബാലൻസ് ചെയ്യാനാ മാധ്യമങ്ങൾക്ക്, പ്രത്യേകിച്ചും ലെഫ്റ്റ് മാധ്യമങ്ങൾക്ക്. അതെ, അപ്പോൾ അതിനകത്ത് വേറൊരു രസമുള്ളത്, ഈ ഹേമന്ത് കാർക്കറെ യുടെ വിധവ തിരുവനന്തപുരത്ത് വരികയുണ്ടായി. അത് CPM നേതാക്കളുടെ സ്പോൺസർഷിപ്പിലാണ് അവർ തിരുവനന്തപുരത്ത് പ്രസംഗിച്ചു, കോഴിക്കോട് പ്രസംഗിച്ചു. അവർ ഈ ആരോപണങ്ങളൊന്നും ഉന്നയിച്ചില്ല. ഇങ്ങനത്തെ ഒരു ആരോപണം അവർ പറഞ്ഞില്ല. അവര് അദ്ദേഹത്തിന്റെ മരണം അവഞ്ച് ചെയ്യുന്ന രീതിയിലാണ്. ജമാഅത്തെ ഇസ്ലാമിയൊക്കെ അവരെ കൊണ്ടുവരാറൊക്കെ ഉണ്ട്. മറ്റേ ഈ കൊലപാതകികളെ ശരിപ്പെടുത്തണം. ഇവരുടെ താല്പര്യം എന്താന്ന് വെച്ചാൽ മാലേഗാവ് കേസിൽ ഇവരെ മുഴുവൻ ഗൂഢാലോചനക്കാരായിട്ട് അവതരിപ്പിച്ച വീരപുരുഷനാണല്ലോ കാർക്കറെ. അപ്പൊ കാർക്കറയെ കൊണ്ട് നടക്കേണ്ട ഒരു ബാധ്യത അവർക്കുണ്ട്. ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഉജ്വൽ നിഗം ആണ് ഈ കാർക്കറെ കേസിലുമൊക്കെ പ്രോസിക്യൂട്ടർ ആയിരുന്ന ആള്. ഉജ്വൽ നിഗം ബോംബെയിൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയായിരുന്നല്ലോ. അപ്പോഴാണ് ഇത് വീണ്ടും പൊക്കിക്കൊണ്ടുവന്നത്. ഉജ്വൽ നിഗം ചെയ്തത് ശരിയല്ലായിരുന്നു, ഇതായിരുന്നു. കാർക്കറ കേസിൽ അദ്ദേഹമായിരുന്നല്ലോ പ്രോസിക്യൂട്ടർ. അപ്പോൾ അതുകൊണ്ട് പോലീസുകാരനായിരുന്നു. അതറിഞ്ഞിട്ടും ഉജ്വൽ നിഗം മറച്ചുവെച്ചു എന്നാണ് ഈ പ്രതിപക്ഷ നേതാവ് ആരോപിച്ചത്. അപ്പോൾ പക്ഷേ ശരിയായിരുന്നു എന്ന് വ്യക്തമല്ല. അത് അങ്ങനെയല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ആ കേസിനെ സംബന്ധിച്ച്. ഇതിൻ്റെ അകത്ത് ഈ മാലേഗാവ് കേസ് എന്ന് പറയുന്നതും മറ്റേ കാർക്കറെ കൊന്ന കേസ് എന്ന് പറയുന്നതും രാഷ്ട്രീയത്തിന് വേണ്ടിയും പിന്നെ സംഘടനകൾക്ക് വേണ്ടിയും ഓരോരുത്തരും ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പുരോഹിതൻ്റെ വെളിപ്പെടുത്തൽ ഉണ്ടായത് കൊണ്ട് വേണമെങ്കിൽ ഒരു പുനരന്വേഷണം ആയിക്കൂടെ അതിൽ? തീർച്ചയായിട്ടും വേണമല്ലോ. പുരോഹിത് പറഞ്ഞത്, കേണൽ പുരോഹിതിൻ്റെ വെളിപ്പെടുത്തലിൽ ശരിയാണെങ്കിൽ ഈ കേസുകളൊക്കെ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നതിൽ പോലീസിന് വലിയൊരു പങ്ക്, വലിയ പങ്കാണ്. മാത്രമല്ല ഇത് ഇസ്ലാമിക് ടെററിസം രാജ്യത്തിൻ്റെ പല ഭാഗത്തും തലവേദനയായിരിക്കുകയും ഇസ്ലാമിക് ടെററിസം ഉണ്ടാകുന്നത് ഹിന്ദു ടെററിസം നിലനിൽക്കുന്നത് കൊണ്ടാണ് എന്ന് വിമർശകർക്ക് പറയാൻ ബൈനറി ആയിട്ട് കൊണ്ടുവരിക. അതെ അതെ അതെ. അപ്പോൾ അതാണ് ഇതിനകത്തെ അപകടം. അതെ. അപ്പോൾ അതുകൊണ്ട് ഈ പ്രശാന്ത് പുരോഹിതിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ വെളിച്ചത്തിലൊരു ഇതേപ്പറ്റി ഒരു സമഗ്ര അന്വേഷണം കേന്ദ്ര ഗവൺമെൻറ്. സാധ്വയും പറഞ്ഞിട്ടുണ്ടല്ലോ അവരിതിൽ ഇൻവോൾവ് അല്ല. മാത്രമല്ല അവർക്ക് ജനപിന്തുണ കിട്ടിയല്ലോ, അവർ ഭോപ്പാലിൽ നിന്ന് ജയിച്ചു. അവർ MP ആയി.
അപ്പം അല്ല അവരെ നിർത്തിയവർക്കും അവർ നിരപരാധിയാണെന്നുള്ള ബോധ്യം കാണുമല്ലോ. ഉണ്ട്. പക്ഷേ ഈ പുതിയ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തരം സംഭവങ്ങളിൽ ഇല്ലാത്ത സംഭവങ്ങളെ ഉണ്ടാക്കുക, നിരപരാധികളെ പ്രതിയാക്കുക, അതും ഭീകരപ്രസ്ഥാനവുമായി കണക്ട് ചെയ്യാൻ ശ്രമിക്കുക, ഇങ്ങനെ കുറേ നറേറ്റീവ്സും മാനിപ്പുലേഷൻസും നടക്കുന്നുണ്ട്. ഈ കാർക്കറെ തന്നെ ശരിക്കും സംശയാസ്പദ കഥാപാത്രം ആയിരുന്നല്ലോ. കാരണം ഈ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളുടെയൊക്കെ എൻകൗണ്ടർ വിദഗ്ധനായിരുന്നു, ഒരു ശില്പിയാണെന്ന് പറയാവുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഒരാള്, ഇന്റഗ്രിറ്റി ക്വസ്റ്റ്യനബിൾ ആയ ഒരാള്, അങ്ങേര് ഇതുപോലത്തെ ഒരു കുറ്റപത്രം ഉണ്ടാക്കില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? തീർച്ചയായിട്ടും. അത് അല്ല, ഈ പോലീസിൻ്റെ കുറ്റാന്വേഷണത്തിൽ പല പല ട്രിക്കുകളും ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിലല്ലേ എസ് കത്തി കൊണ്ടിരുന്നു കേസിൽ. അതെ അതെ, അത് പ്രായണ കേസ് അന്വേഷണത്തിൽ സത്യസന്ധനാണെന്ന് കരുതുന്ന ഒരു ഓഫീസറാണ് വിൻസെൻ്റ് പോൾ. അപ്പം വിൻസെൻ്റ് പോൾ ചെയ്ത അതാണ് എസ് കത്തി പ്രശ്നം. അത് പോലീസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലെ യോഗിയെയൊക്കെ പ്രതിയാക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് നിയമരഹിതമായി അറസ്റ്റ് ചെയ്ത ആളിനെ കൊണ്ട് പറയിപ്പിക്കുക. ഈ കാർക്കറയ്ക്ക് മരണാനന്തരം ഈ അശോക ചക്രമൊക്കെ കൊടുത്തു. അതെ അതെ, അത് മറ്റു സർക്കാർ, അത് ബോംബെ. കാരണം ഈ KP രഘുവംശി എന്ന് പറഞ്ഞൊരാളായിരുന്നു ATS ചീഫ്. ഈ രഘുവംശിയെ മാറ്റിയിട്ടാണ് കാർക്കറയെ കൊണ്ടിരുന്നത്. കാർക്കറെ മരിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും രഘുവംശി ATS ചീഫായി. മാത്രമല്ല ഈ രഘുവംശി തിരിച്ചു കയറാൻ വേണ്ടി കാർക്കറെ രഘുവംശി കൊന്നതാണെന്ന് വരെ പറയാൻ ആളുണ്ടായിരുന്നു. എന്തൊരു അസംബന്ധമാണ് അല്ലേ? നമ്മുടെ കുറ്റാന്വേഷണ രീതിയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ പൊതുജനങ്ങൾ വീക്ഷിക്കുമ്പോൾ നമുക്ക് നിയമവ്യവസ്ഥയോടുള്ള തന്നെ വിശ്വാസം തകരുന്ന പോലെ തോന്നും. സുപ്രീം കോടതിയുടെ ഇപ്പോൾ കേജ്രിവാൾ വിധി. അപ്പോൾ ഇതൊക്കെ നമുക്ക് രാജ്യത്തെ നീതി നിർവഹണ രീതിയെയും നീതിന്യായ വ്യവസ്ഥയെയും കുറിച്ച് മതിപ്പിൽ ഉണ്ടാക്കാൻ കാരണമാകില്ല. എന്തായാലും ഒരു പുനരന്വേഷണം ഈ മലേഗാവ് സ്ഫോടന കേസ് സംബന്ധിച്ചിട്ട് ഉണ്ടാകട്ടെ. ശരിക്കും കാർക്കറ ആരായിരുന്നു എന്ന് വ്യക്തമാകട്ടെ. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.